യൂറോപ്പിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രൈമറി കൺസേൺ ട്യൂഷൻ ഫീസ് ആയിരിക്കും. യൂറോപ്യൻ ക്വാളിറ്റി ഉറപ്പ് തരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയി കഴിഞ്ഞാലും കൂടിയിട്ട് ഒരു ഭീമമായിട്ടുള്ള ഫീസ് കൊടുത്ത് MBBS പഠിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയമാണ്. ട്യൂഷൻ ഫീസും അതുപോലെ അക്കാഡമിക് ക്വാളിറ്റിയും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യം തിരയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് ബോസ്നിയ. യൂറോപ്പിലെ മറ്റേത് രാജ്യത്തെക്കാളും കുറഞ്ഞ എക്സ്പെൻസിൽ നിങ്ങൾക്ക് ഇവിടെ MBBS പഠിക്കാം. ബോസ്നിയയിലെ തന്നെ ടോപ്പ് റാങ്കഡ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോ. 2025 MBBS പഠിക്കാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഓപ്ഷനായി മാറുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോയിലെ ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി റെക്കഗ്നേഷൻ, പ്രോഗ്രാം കരിക്കുലം, ലിവിംഗ് എക്സ്പെൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റി എന്നിങ്ങനെ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായി നമ്മൾ നോക്കുന്നത് ബോസ്നിയയിലത്തെ സരായിവോ സിറ്റിയെ കുറിച്ചിട്ടാണ്. ഒരുപാട് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ഉള്ള കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണ് ബോസ്നിയ. ബോസ്നിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സരായിവോയുടെ ഈസ്റ്റേൺ സൈഡിലായിട്ടുള്ള ഫോക്ക എന്ന പ്രദേശത്താണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ പാരഡൈസ് എന്ന് വിളിക്കാവുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടിയിട്ടാണ് ഫോക്ക. യൂണിവേഴ്സിറ്റിയിൽ നിന്നും എല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വരുന്ന വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്. ബോസ്നിയ ബേസിക്കലി വളരെ കുറഞ്ഞ ക്രൈം റേറ്റുള്ള രാജ്യമായി കൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള ഒരു സോഷ്യൽ എൻവയോൺമെന്റ് ആണ് നമ്മളുടെ മക്കളുടെ ചുറ്റുപാടിലുള്ളത്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങും റെക്കഗ്നൈസേഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ബോസ്നിയയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോ. 93 രാജ്യങ്ങളിൽ നിന്നായിട്ട് 1948 യൂണിവേഴ്സിറ്റികൾ വെച്ച് ടോപ്പ് 25 പെർഫോമൻസ് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോ അച്ചീവ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തന്നെ NMC സ്റ്റാറ്റസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ NMC ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് MBBS പ്രോഗ്രാം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയിട്ടാണ് ഈസ്റ്റ് സരായിവോ. അതുകൊണ്ട് തന്നെ ഇവിടെ MBBS പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇന്ത്യയിലെ നെക്സ്റ്റ് എക്സാം എഴുതി ഇവിടെ പ്രാക്ടീസ് ചെയ്യാനോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ PG പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനോ നിങ്ങൾക്ക് അവസരമുണ്ട്. അക്രീഡിറ്റേഷൻസിന്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ തന്നെ ECFMG, FEMR, WDOMS പോലത്തെ എല്ലാ അക്രീഡിറ്റേഷൻസും യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോക്ക് ഉണ്ട്. ഇനി നമുക്ക് ബോസ്നിയയിലെ MBBS പ്രോഗ്രാമിനെ കുറിച്ചിട്ടും പ്രോഗ്രാമിന്റെ ഡ്യൂറേഷനെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. ബോസ്നിയയിലെ MBBS പ്രോഗ്രാം വരുന്നത് 6 വർഷമാണ്. പ്യോർലി ഇംഗ്ലീഷ് MBBS പ്രോഗ്രാമാണ് ബോസ്നിയയിൽ വരുന്നത്. 5 വർഷത്തെ കോഴ്സും 6ാമത്തെ വർഷം പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പും ആണ് സിലബസിൽ വരുന്നത്. ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് വരുന്നത് പ്രീ ക്ലിനിക്കൽസ് ആണ്. ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ മെഡിക്കൽ സയൻസ്, അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകളാണ്. 3rd ഇയർ മുതലാണ് ആക്ച്വലി നിങ്ങളുടെ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിനിക്കൽ റൊട്ടേഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ ഡിഫറെന്റ് സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള ഇന്റേണൽ മെഡിസിൻസ്, സർജറി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി തുടങ്ങിയ ഏരിയസിലാണ് നിങ്ങളുടെ സ്റ്റഡി ഫോക്കസ് വരുന്നത്. എക്സാംസ് വരുന്നത് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ടാണ്. ഓരോ സെമസ്റ്ററിൽ നിങ്ങൾക്ക് തിയറിറ്റിക്കൽ എക്സാംസും പ്രാക്ടിക്കൽ അസസ്മെന്റ്സും ഉണ്ടായിരിക്കുന്നതാണ്. തിയറി എക്സാംസിന് നിങ്ങൾക്ക് MCQ, ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ്, എസ്സേസ് എന്നീ ടൈപ്പുകളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽസിനാണെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് എക്സാമിനേഷൻസും ലബോറട്ടറി എക്സാംസുകളാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. ബോസ്നിയയിലെ ഈ ഒരു 6 വർഷത്തെ MBBS പ്രോഗ്രാമിന് നിങ്ങൾക്ക് കിട്ടുന്നത് 360 ECTS പോയിന്റ്സ് ആണ്. 360 ECTS പോയിന്റ്സ് ലഭിക്കുന്നവർക്കാണ് യൂറോപ്പിലെ തന്നെ ജർമ്മനി, ഫ്രാൻസ്, ലക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങളിൽ PGക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. യൂറോപ്യൻ സിലബസ് പഠിക്കുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ECTS സിലബസിനെ കുറിച്ചിട്ട്. നമ്മൾ ECTS സിലബസിനെ കുറിച്ചിട്ട് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യുന്നുണ്ട്. മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോയിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. 500 ബെഡ് കപ്പാസിറ്റി ഉള്ള അത്യാധുനികമായിട്ടുള്ള ഫോക്ക യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ആക്ച്വലി റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാമുകളും ഒരുപാട് നടത്തുന്നതാണ്. 250-ന് മുകളിൽ ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫസേഴ്സ് ഉള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോയിൽ വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് അക്കാഡമിക് ക്വാളിറ്റി. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോയിലെ എൻട്രി ക്രൈറ്റീരിയനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 60% മാർക്കിൽ മുകളിൽ വാങ്ങിക്കുന്ന സ്റ്റുഡൻസിനാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഒരു വർഷം വെറും 100 സീറ്റുകളിൽ മാത്രമാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷന്റെ സമയത്ത് ഇന്റർവ്യൂവും അതുപോലെ തന്നെ റിട്ടൺ എൻട്രൻസ് എക്സാമും ഉണ്ടായിരിക്കും. MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ താല്പര്യവും കഴിവുമാണ് നിങ്ങൾ ഈ എൻട്രൻസ് എക്സാമിൽ കൂടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റിയിലത്തെ ട്യൂഷൻ ഫീസിനെ കുറിച്ചിട്ടും അക്കോമഡേഷനെ കുറിച്ചിട്ടും നോക്കാം. പ്രതിവർഷം 3070 യൂറോയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരായിവോയിലെ ഫീസ് വരുന്നത്. ഏകദേശം 2,70,000 ഇന്ത്യൻ രൂപയാണ് ഇത് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ സെമസ്റ്ററിലും അടച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ അക്കോമഡേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആണ്. ഏതാണ്ട് 130 യൂറോയാണ് ഒരു മാസത്തേക്കുള്ള അക്കോമഡേഷൻ ചാർജസ് ആയിട്ട് വരുന്നത്. ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട്
11,000 രൂപയുടെ അടുത്തേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് പോകുന്ന നല്ലൊരു ശതമാനം സ്റ്റുഡൻസും പുറത്ത് അപ്പാർട്ട്മെന്റ്സ് എടുത്തിട്ടാണ് താമസിക്കുന്നത്. സോ പുറത്ത് അപ്പാർട്ട്മെന്റ്സ് എടുത്ത് താമസിക്കുന്നവർ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ലിവിംഗ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഭക്ഷണത്തിന് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഏതാണ്ട് 10,000 രൂപയോളാണ് നമുക്ക് വരുന്നത്. ഭൂരിഭാഗം സ്റ്റുഡൻസും സെൽഫ് കുക്കിംഗ് ഓപ്ഷൻസ് പ്രിഫർ ചെയ്യുന്ന കാരണം തന്നെ ഹൈജീനിക്കും ഹെൽത്തിയും കോസ്റ്റ് എഫക്റ്റീവുമായിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തെ ഫുഡ് എക്സ്പെൻസ് കണ്ടെത്താന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. ഇനി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിറ്റിയിലേക്കോ അല്ലെങ്കിൽ സിറ്റിയുടെ മറ്റ് സൈഡുകളിലേക്കൊക്കെ പോകാൻ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടുകളും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനുള്ള ഒരു കാര്യമാണ് ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളത്. ക്ലൈമറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സാധാരണ യൂറോപ്പിലെ എല്ലാ സീസണും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കോണ്ടിനെന്റൽ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് നമുക്ക് ബോസ്നിയയിൽ വരുന്നത്. സമ്മറും വിന്ററും ഓട്ടമും സ്പ്രിങ്ങും മഴയും എന്നിങ്ങനെ എല്ലാ സീസണും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് നമുക്ക് ബോസ്നിയയിൽ ഉള്ളത്. പൊതുവെ നമ്മുടെ കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പ് മാത്രമാണ് നമുക്ക് വിന്റർ സമയത്ത് ഇവിടെ വരുന്നത്. ചൂടും മഴയും മാത്രം കിട്ടുന്ന നമ്മുടെ സ്റ്റുഡൻസ് സാധാരണ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസും നല്ല രീതിയിൽ അവർ എക്സ്പ്ലോർ ചെയ്യാറ്. ഇനി നമുക്ക് ബോസ്നിയയിലേക്കുള്ള ട്രാവലിംഗിനെ കുറിച്ച് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ഫീസ് സരാജിയോയുടെ നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയപ്പെടുന്നത് സരാജിവോ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഏതാണ്ട് 1 മണിക്കൂറും 20 മിനിറ്റുമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എയർപോർട്ടിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. നമ്മുടെ വിദ്യാർത്ഥികൾ സാധാരണ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് സരാജിവോയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് ചൂസ് ചെയ്യാറ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഏതാണ്ട് ഒരു 40,000 രൂപയോളം വരും. എന്നാലും സീസൺ അനുസരിച്ചിട്ട് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വേരിയേഷൻസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇനി ബോസ്നിയയിലെ ലോക്കൽ കറൻസിയുടെ പേരാണ് ബാം. ഒരു ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 45 ഇന്ത്യൻ രൂപയാണ് വരുന്നത്. ഉയർന്ന മൂല്യമുള്ളത് കൊണ്ട് തന്നെ മണി മാനേജ്മെന്റ് നിങ്ങൾ സ്റ്റുഡൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ATM കാർഡുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ബോസ്നിയയിലും നമുക്ക് ATM നിന്ന് പൈസ എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണമുള്ള കാശ് നമുക്ക് അവിടുന്ന് ATM നിന്ന് വിഡ്രോ ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വാട്ട് ആഫ്റ്റർ MBBS ഇൻ ബോസ്നിയ. MBBS പഠനശേഷം ബോസ്നിയയിൽ നിങ്ങൾക്കൊരു പ്രൈമറി കെയറിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഷെങ്കൻ സോണിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ബോസ്നിയയിൽ MBBS പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ശതമാനം മെഡിക്കൽ ഗ്രാജുവേറ്റ്സും ബോസ്നിയയിൽ MBBS പഠനത്തിന് ശേഷം ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ്, സ്വീഡൻ, ഫ്രാൻസ് തുടങ്ങിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മന്ത്ലി 3.5 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റൈപ്പൻഡ് വാങ്ങിച്ച് PG ചെയ്യാൻ പോകുന്നവരാണ്. കൂടാതെ ECFMG അംഗീകരിച്ചത് കൊണ്ട് തന്നെ US അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK തുടങ്ങിയ മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ നിങ്ങൾക്കൊരു ഹൈ പേയിങ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കിട്ടുന്നുണ്ട്. മാത്രമല്ല NMCയുടെ അപ്രൂവൽ ഉള്ളത് കൊണ്ട് തന്നെ FMG എക്സാം അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം എഴുതി ഇന്ത്യയിൽ നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് PG പ്രോഗ്രാമുകൾക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും നിങ്ങൾക്കുണ്ട്. അതിന് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് മുന്നിലില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 30 വർഷത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻസ് പാരമ്പര്യമുള്ള ബോസ്നിയയിലെ ഈസ്റ്റ് സരാജിവോ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ്. 2024 കണക്കുകൾ അനുസരിച്ചിട്ട് 20,000-ൽ മുകളിൽ സ്റ്റുഡൻസ് ആണ് ഈ ഒരു പോപ്പുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBBS പഠിച്ചിറങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ 2025 യൂറോപ്പിൽ MBBS പഠിക്കാൻ ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് ഇവിടെ MBBS പഠിക്കാൻ വരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസും കൂടാതെ ഒരു യൂറോപ്യൻ ഡോക്ടറിന് കിട്ടുന്ന ഹൈ ബെനിഫിറ്റ്സും തന്നെയാണ്. കമ്പാരിറ്റീവ്ലി വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ യൂറോപ്യൻ ക്വാളിറ്റിയുള്ള ഒരു MBBS പ്രോഗ്രാം പഠിച്ച് നിങ്ങൾക്കൊരു ക്വാളിഫൈഡ് ഡോക്ടർ ആവാം. കൂടാതെ ഇവിടെ ഒരു ഡോക്ടർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾക്ക് PG പഠിക്കുമ്പോൾ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സരാജിവോനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻസിലെ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണക്ട് ചെയ്യാം. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിപ്പീറ്റ് ചെയ്യുന്നവർക്കോ ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും MBBS അബ്രോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇനി നമ്മൾ മറ്റൊരു യൂണിവേഴ്സിറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.